വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സെ, മാതാപിതാക്കളെ, യുവജനങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ടത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. 14-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് മറ്റു സുവിശേഷങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ. അതായത് മർക്കോസ്, മത്തായി, ലൂക്ക, ഈ സുവിശേഷങ്ങളിൽ ഇല്ലാത്ത ഭാഗങ്ങൾ യോഹന്നാൻ സുവിശേഷകൻ പ്രത്യേകമായ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത്. AD 94 യോഹന്നാൻ ഈ സുവിശേഷം എഫേസസിൽ വെച്ച് രചിച്ചത് എന്നാണ് വിശ്വാസം. ഈ സുവിശേഷം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളതാണ്. മനോഹരമായ ഗ്രീക്ക് കവിതയിലാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തെ 13, 14, 15, 16 ഈ അധ്യായങ്ങളെ അറിയപ്പെടുക ദ ലാസ്റ്റ് ഡിസ്കോഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അവസാനത്തെ വാക്കുകളെന്നോ അവസാനത്തെ പ്രബോധനങ്ങളെന്നോ നമുക്ക് പറയുവാൻ കഴിയും. 13-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ടാണ്. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങളിൽ വെള്ളം ഒഴിച്ച് കഴുകി ആ സംഭവത്തെ അറിയപ്പെടുക അവസാന നിമിഷം, ജീവിതത്തിന്റെ യേശുവിന്റെ അവസാനത്തെ നിമിഷം, ദ ലാസ്റ്റ് ഡിസ്കോഴ്സ്. ഈ ശിഷ്യന്മാരുടെ പാദങ്ങളിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. ഈ വെള്ളം ഒഴിക്കുന്നതിനെ കുറിച്ച് പ്രത്യേകമായി പറയുന്നത് വിശുദ്ധ ആംബ്രോസ് പിതാവ് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതാണ്. 6 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയുകയാണ്, അവസാനമായിട്ട് ശിഷ്യന്മാരുടെ കാലുകളിലേക്ക് അവിടുന്ന് വെള്ളം ഒഴിച്ചത് പരിശുദ്ധാത്മാവിനെ കൊടുത്തു എന്നാണ്. ഈ ലാസ്റ്റ് ഡിസ്കോഴ്സില് 14-ാം അധ്യായത്തില് നമ്മൾ വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗത്തെ അറിയപ്പെടുക പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന യേശുവിനെ കുറിച്ചാണ്. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്താണെന്നാണ് പറയുക. സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഇവിടെ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തില് ദ ഹോളി സ്പിരിറ്റിനെ, പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുന്നത് പ്രത്യേകമായ ഒരു രീതിയിലാണ്. ആത്മാവിനെ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് നിക്കോദേമോസുമായിട്ടുള്ള ആ സംസാരത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമുള്ളതാണ് ഇൻഡിവിഡ്വൽ ഡയലോഗ്സ്. ഈ ഇൻഡിവിഡ്വൽ ഡയലോഗ്സിൽ ആദ്യത്തെ ഇൻഡിവിഡ്വൽ ഡയലോഗാണ്, വ്യക്തി സംഭാഷണമാണ് നിക്കോദേമോസുമായിട്ടുള്ളത്. യേശുവിന്റെ അരികിലേക്ക് നിക്കോദേമോസ് കടന്നു വരികയാണ്. അവിടുന്ന് ഗുരു അങ്ങ് വലിയവനാണ്,
ദൈവം അങ്ങയുടെ കൂടെ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള അത്ഭുത പ്രവൃത്തികളൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നൊക്കെ നിക്കോദെമോസ് പറയുകയാണ്. ഈ അവസരത്തിൽ യേശു നിക്കോദെമോസിനോട് പറയുകയാണ്, നീ വീണ്ടും ജനിക്കണം, ആത്മാവിലും സത്യത്തിലും നീ ജനിക്കണം. ഇവിടെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഇവിടെ യോഹന്നാൻ ശ്ലീഹ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ന്യൂമ എന്നുള്ള വാക്കാണ്, പരിശുദ്ധാത്മാവ്. ഞാൻ എന്തിനാണ് ഈ ന്യൂമയെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ, 14-ാം അധ്യായത്തില് ആത്മാവിനെ വാഗ്ദാനം ചെയ്യുമ്പോൾ യേശു ഉപയോഗിക്കുന്നത് പാരക്ലേറ്റോസ് എന്ന ഗ്രീക്ക് പദമാണ്. ഇവിടെ ന്യൂമയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 14-ാം അധ്യായത്തിൽ യേശു യോഹന്നാൻ സുവിശേഷകൻ ഉപയോഗിക്കുന്നത് പാരക്ലേറ്റോസ്. ഇന്ത്യയുടെ ഡയലോഗിന്റെ 2ാമത്തെ ഒരെണ്ണമാണ് സമരിയക്കാരിയുമായിട്ടുള്ള സംഭാഷണം. ഈശോ യാക്കോബിന്റെ കിണറ്റിൻകരയിലേക്ക് ചെന്നിട്ട് ആ സമരിയക്കാരി സ്ത്രീയോട് ചോദിക്കുക, എനിക്ക് കുറച്ച് വെള്ളം തരിക. അപ്പോൾ അവള് പറയുന്ന ഒരു വാക്കുണ്ട്, യഹൂദനായ നീയും ഞാനും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. ഈ ബന്ധമില്ലാത്തിടത്ത് ബന്ധമുണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ ഒരു വലിയ സത്യമാണ് യേശു അവിടെ വാഗ്ദാനം ചെയ്യുന്ന, അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്ന. ബന്ധമില്ല എന്ന് അവള് പറയുകയാണ്. എൻ്റെ വേറൊരു ക്ലാസ്സില് ഈ സമരിയക്കാർ ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പഴയ നിയമത്തിലെ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ മാത്രം ഫോളോ ചെയ്യുകയും നെബൂഖദ്നേസർ രാജാവ് യഹൂദരെ മുഴുവനും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തപ്പോൾ ഈ യഹൂദ രാജ്യത്തിൽ വസിച്ചിരുന്ന ഒരു ന്യൂനപക്ഷമായ യഹൂദ സമൂഹമാണ് സമരിയക്കാരെ എന്ന് പറയുന്നത്. അപ്പൊ ബന്ധമില്ലാത്തിടത്ത് ബന്ധമുണ്ടാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ആത്മാവിനെ കുറിച്ചാണ് ഈശോ അവളോട് സംസാരിക്കും. ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ദാഹിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്. അവൾക്ക് ആവശ്യമായ വചനം നൽകിക്കൊണ്ട് ഈ മലയിലോ ജെറൂസലമിലോ അല്ലാതെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമയം വരുമെന്നാണ് അവളോട് പറയുന്ന. ആത്മാവിനെയാണ് പ്രദാനം ചെയ്യുന്നത്. വീണ്ടും ഈശോ തിരുനാൾ ദിവസം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തില് ഉദ്ഘോഷിക്കുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ജീവജലത്തിന്റെ അരുവികളിൽ നിന്നൊഴുകും. ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ അവതരിപ്പിച്ചതിന് ശേഷം ദ ലാസ്റ്റ് ഡിസ്കോഴ്സിലേക്ക് വരുമ്പോൾ 13, 14, 15, 16 ഈ അധ്യായങ്ങളിൽ വരുമ്പോൾ ഈ ആത്മാവിനെ പ്രത്യേകമായി അവതരിപ്പിക്കുകയാണ്. യേശുവിന്റെ അന്ത്യവചനങ്ങളാണിത്. ദ ലാസ്റ്റ് ഡിസ്കോഴ്സ് ആണ്. ഒരാൾ മരിക്കുന്നതിന് മുമ്പ് മക്കളെ ഏൽപ്പിക്കുന്ന പ്രധാനമായ ദൗത്യങ്ങളാണിത്. യേശുവിന്റെ കുരിശുമരണമാണ് 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. ദ പ്രീസ്റ്റ്ലി പ്രയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ പ്രാർത്ഥനയുടെ അവസാനം നമ്മൾ കാണുന്നത് യേശുവിനെ ഒറ്റിക്കൊടുക്കുകയാണ് യൂദാസ്. യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പൊ 13 മുതൽ 16 വരെയുള്ള ഈ വചനങ്ങളില് ദ ലാസ്റ്റ് ഡിസ്കോഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അന്ത്യപ്രബോധനങ്ങളാണ്, അവസാനത്തെ ഉപദേശമാണ്. ഈ ഉപദേശത്തില് പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. 14-ാം അധ്യായത്തില് 15-ാം വചനം വായിക്കുകയാണ്. I will ask the Father and he will give you another helper so that he may be with you forever. I will ask the Father. എന്താണ് പിതാവിനോട് ചോദിക്കുന്നത്? അപ്പൊ പിതാവായ ആബാ, ഫാദർ, പാത്രമായിട്ടുള്ള ആഴമായ ബന്ധം, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നായിരിക്കണമെന്നുള്ള അത് I will ask the Father. ഞാൻ പിതാവിനോട് ചോദിക്കും. തൃത്വത്തിന്റെ തിരുനാളിന്റെ ദിവസം നമ്മൾ കാണുകയുണ്ടായി എങ്ങനെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ബന്ധപ്പെട്ടിരിക്കുന്നത്. നിഖ്യ വിശ്വാസ പ്രമാണത്തില് AD 323 എൻ്റെ ഓർമ്മ. ആ വിശ്വാസ പ്രമാണം ചെയ്യുമ്പോൾ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്ന പരിശുദ്ധാത്മാവിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ I will ask the Father. നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരും. I will ask the Father to give you. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ ഞാൻ പിതാവിനോട് ചോദിക്കും. ആർക്കാണ് ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നത്? തന്നോടുകൂടെ ഉണ്ടായിരുന്ന തന്റെ 12 ശിഷ്യന്മാരും അതിനോടുകൂടെ 70 ശിഷ്യന്മാരുമുണ്ട്. ഈ 12 പേർക്കും 70 പേർക്കും വീണ്ടും പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്യുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1:9 വായിക്കുകയാണ്.
പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ സാക്ഷികളായിരിക്കും. യൂദയായാലും സമറിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും. അപ്പൊ ലോകത്തിന്റെ അതിർത്തികൾ വരെയും പരിശുദ്ധാത്മാവിനെ സാക്ഷികളാകുവാൻ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. ഇവിടെ ഒരു വ്യത്യാസം ഞാൻ കാണുകയാണ്. പരിശുദ്ധാത്മാവ് തൃത്വൈക ദൈവത്തിലെ ഒരു വ്യക്തിയാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം പേഴ്സൺ ആണ്. ഇത് മൂന്നും ഒരു ദൈവമായി മാറുകയാണ്. ഈ ഒരു ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവിന്റെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് കരിസ്മാറ്റിക് ഗിഫ്റ്റ്, മറ്റൊന്ന് സാങ്ക്ടിഫൈങ് ഗ്രേസ്. ഞാൻ പിതാവിനോട് ചോദിക്കും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ. ഈ പരിശുദ്ധാത്മാവിനെ നൽകുന്നത് എങ്ങനെയാണ്? മാമോദീസായിലൂടെയും, സ്ഥൈര്യലേപനത്തിലൂടെയും, കുർബാനയിലൂടെയും, കുമ്പസാരത്തിലൂടെയും, രോഗിലേപനത്തിലൂടെയും, തിരുപ്പട്ടത്തിലൂടെയും, കുമ്പസാരത്തിലൂടെയും 7 കൂദാശകൾ. ഈ 7 കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകുകയാണ്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയുകയില്ല. ലോകം എന്ന് പറയുന്നത് തിന്മയുടെ ഒരു സമൂഹമായിരിക്കാം. ആത്മാവിനെ സ്വീകരിക്കാൻ പറ്റാത്ത വ്യക്തികളായിരിക്കാം. ഈ ആത്മാവിനെ സ്വീകരിക്കാൻ പറ്റാത്ത വ്യക്തികളിലേക്കും അവിടുന്ന് കടന്നു വന്ന് എല്ലാ രീതിയിലുള്ള ശക്തി നൽകും. അപ്പൊ സാങ്ക്ടിഫൈങ് ഗ്രേസ് എന്നാണ് ഇതിനെ പറയുക. ആത്മാവിനെ നിങ്ങൾക്ക് നൽകുമെന്ന് പറയുമ്പോൾ സാങ്ക്ടിഫൈങ് ഗ്രേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 7 കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്ന, അത് നിത്യജീവൻ ആവശ്യമുള്ളതാണ്. മാരകഭാവത്തോടുകൂടി നിലനിൽക്കുകയില്ല. ഇതിന് പ്രത്യേകതയായിട്ടൊന്നും പറയാനുണ്ടാവുകയില്ല. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. മാമോദീസ ഈ ലോകത്തിലുള്ള സർവ്വ മക്കൾക്കും വേണ്ടി പിതാവായ ദൈവം, പുത്രനായ മിശിഹ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതാണ്. മാമോദീസ മുക്കുമ്പോൾ നമുക്കറിയാം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു. I will ask the Father നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ. ആ ആത്മാവാണ് ഈ കൂദാശകളിലൂടെ വരുന്നത്. മറ്റൊന്നാണ് കരിസ്മാറ്റിക് ഗിഫ്റ്റ്. ഈ കരിസ്മാറ്റിക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സമ്മാനമാണ്. നല്ല വചന ചാതുര്യത്തോടുകൂടി സംസാരിക്കുക എന്നുള്ളത് കരിസ്മാറ്റിക് ഗിഫ്റ്റ് ആണ്. രോഗശാന്തി നൽകുക എന്നുള്ളത് ഒരു കരിസ്മാറ്റിക് ഗിഫ്റ്റ് ആണ്. അപ്പൊ കർത്താവ് നൽകുന്ന 100 സമ്മാനങ്ങളുടെ ഗിഫ്റ്റ്, സമ്മാനം, ആ ഗിഫ്റ്റിൽ ഒരെണ്ണമാണ് പരിശുദ്ധാത്മാവ് തരുന്ന ഓരോ ഗിഫ്റ്റ്. ചില വ്യക്തികൾക്ക് 2-3 കിട്ടുമായിരിക്കും. I will ask the Father to give the Holy Spirit to you. അപ്പൊ പിതാവായ ദൈവത്തോട് ചോദിച്ച് പുത്രനായ മിശിഹായും കൂടി വന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മിലേക്ക് കടന്നു വരുന്നു എന്നാണ് പറയുക. വചനം പറയുക, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായനെ അവിടുന്ന് തരുകയും ചെയ്യും. അപേക്ഷിക്കുന്നത് യേശുവാണ്. എന്നേക്കും എന്ന് പറഞ്ഞാല് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ, അബോസ് നിങ്ങളിൽ വസിക്കാൻ, ഡ്വെല്ലിംഗ് നിങ്ങളിൽ വസിക്കാൻ, ആയിരിക്കുക, പ്ലേസിൽ ആയിരിക്കുക, എന്നേക്കും. ഈ ആത്മാവിനെ കാണാൻ നമുക്ക് കഴിയുകയില്ല. പരിശുദ്ധാത്മാവിനെ എന്നേക്കും നമ്മുടെ കൂടെ ഉണ്ട്. മാമോദീസ സ്വീകരിച്ചപ്പോൾ, കുർബാന സ്വീകരിച്ചപ്പോൾ, കുമ്പസാരം സ്വീകരിച്ചപ്പോൾ, വിവാഹം എന്ന കൂദാശ സ്വീകരിച്ചപ്പോൾ, പൗരോഹിത്യത്തിന്റെ ഏറ്റവും പൂർണ്ണതയായ ഓർഡിനേഷൻ, എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ ലഭിക്കുമ്പോൾ എന്നേക്കും. അപ്പൊ ആ ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ ഏത് കാട്ടിലൂടെ പോയാലും, ഏത് പട്ടണങ്ങളിലൂടെ പോയാലും, ഏത് ദേവാലയത്തിൽ ചെന്നാലും, എവിടെയാണോ എന്നേക്കും അത് നമ്മുടെ കൂടെ ഉണ്ടാകും. ഈ വചനം കേൾക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച മക്കളെ, മാമോദീസ സ്വീകരിച്ചവരെ, പരിശുദ്ധ കുർബാന സ്വീകരിച്ചവരെ, വിവാഹം എന്ന കൂദാശ സ്വീകരിച്ച് അത് വേണ്ടെന്ന് പറഞ്ഞ് ഡൈവോഴ്സിന് വേണ്ടി, വിവാഹമോചനത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവരെ, ആത്മാവ് നിങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങൾ ഡൈവോഴ്സിന് വേണ്ടി ആലോചിക്കുമ്പോൾ ഈ നിമിഷത്തില് നിങ്ങളെ തന്നെ ചിന്തിക്കട്ടെ. ഞാനൊരു പ്രത്യേക കാര്യം ഓർക്കുകയാണ്, എന്റെ മനസ്സിലേക്ക് വരികയാണ്. ഞാനൊരു പുരോഹിതനാണ്. ഒരിക്കല് കേരളത്തിന് പുറത്ത് ഞാനൊരു ഫോൺ ചെയ്യുകയാണ്. അവിടേക്ക് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, സഹോദര, നീ എന്തിനാണ് ഇപ്പോൾ ഒരു കുഞ്ഞിനെ അബോർഷൻ നടത്താൻ പോകുന്നത്? നീ 2000 രൂപയ്ക്ക് ആ ഗുളിക മേടിച്ചിട്ടില്ലേ? ഉണ്ടച്ചു. ഞാൻ പറഞ്ഞു, നിനക്ക് ദൈവം നൽകിയ കുഞ്ഞിനെ, എന്നേക്കും നിന്റെ ജീവൻ പകർന്നു കൊടുത്തു കൊണ്ടുപോകുവാനുള്ള കുഞ്ഞിനെ നീ അബോർഷൻ നടത്തരുത്.
നിന്റെ കയ്യിലിരിക്കുന്ന ഗുളിക ഇപ്പോൾ തന്നെ പുറത്തേക്ക് കളയുക. അവൻ അപ്രകാരം ചെയ്തു. സ്നേഹമുള്ളവരെ, ഇന്ന് ആ കുഞ്ഞ് ജനിച്ച് വളരെ സുന്ദരിയായിട്ട് കേരളത്തിന് പുറത്തുണ്ട്. ചില അവസരങ്ങളിലൊക്കെ ആ കുഞ്ഞിനെ കാണുമ്പോൾ ഞാൻ എന്റെ മാറിടത്തിലേക്ക് ചേർത്ത് കെട്ടിപ്പുണരും. കാരണം പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്, ഇവളുടെ ഉദരത്തിൽ വളരുന്ന ആ കുഞ്ഞിനെ കളയരുത് എന്ന്. കത്തോലിക്കാ സഭ എപ്പോഴും പറയുന്നതല്ലേ, അബോർഷൻ പാടില്ല, അബോർഷൻ പാടില്ല. കത്തോലിക്കാ സഭയുടെ ശബ്ദം, നമ്മുടെ പരിശുദ്ധ പിതാവിന്റെ ശബ്ദം ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും പ്രതിധ്വനിക്കുന്നില്ലേ പ്രിയമുള്ളവരെ? ആ പ്രതിധ്വനിക്കുന്ന ശബ്ദം ഇന്നും എന്നും നാളെയും, ഞാൻ പറഞ്ഞല്ലോ, ആ കുഞ്ഞിനെ അബോർഷൻ നടത്തിയിരുന്നെങ്കിൽ ഇത്രയും സുന്ദരമായ, ബുദ്ധിമതിയായ, കഴിവുള്ള, പ്രാപ്തിയുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് ലഭിക്കുമായിരുന്നു. ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. ഈ കരിസ്മാറ്റിക് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വെളിപ്പെടുത്തലുകളാണ്. അതിൽ ഒരെണ്ണമാണ് ഈ വെളിപ്പെടുത്തി തരിക, മുൻകൂട്ടി കാണാൻ ദൈവം കാണിച്ചു തരുന്ന ഒരു അവസ്ഥ. എന്നേക്കും നിങ്ങളുടെ കൂടെയായിരിക്കാൻ. ആരുടെ കൂടെയാണ്? നിങ്ങളുടെ. നിങ്ങൾ എന്ന് പറഞ്ഞാല് ഭാര്യയും ഭർത്താവുമാണ്. നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ. വിവാഹം എന്ന കൂദാശ ആശീർവദിച്ച് നിങ്ങളെ നിങ്ങളുടെ വീടുകളിലേക്ക് പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ നിങ്ങളെ എന്നേക്കുമായിരിക്കുവാൻ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്. ജെറമിയ പ്രവാചകൻ പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഈ കുഞ്ഞിനെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രകാശമായി നിയോഗിച്ചു. നിങ്ങളെ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരാണ്. നിങ്ങളെ എന്ന് പറഞ്ഞാൽ ഇടവകയിലെ സമൂഹം മുഴുവനുമാണ് വികാരിയോട് ചേർന്ന് നിൽക്കുന്ന. നിങ്ങളെന്ന് പറഞ്ഞാൽ സന്യാസ സമൂഹത്തിലെ ആളുകളാണ്. നിങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക് കർത്താവിനെ ഘോഷിക്കുന്ന, ദൈവത്തിന് സ്തുതി പാടുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പൗരോഹിത്യത്തിന് ശേഷം ഇന്ന് വരെ എല്ലായ്പ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, വളരെയധികം സ്ഥലങ്ങളില് ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യമൊക്കെ ഈ പ്രഭാഷണത്തിന് ഹല്ലേലൂയ ചേർക്കുന്ന എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇന്ന് എന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന രോഗികളെ കാണുമ്പോൾ, അവരോട് ഒരുമിച്ചിരുന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ആ രോഗികളൊക്കെ സുഖപ്പെടുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. 3 ദിവസം മുമ്പ് തൊടുപുഴയിൽ നിന്ന് ഒരമ്മ എന്നെ കാണാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ വരുവാനും എനിക്കൊരു സമ്മാനം തരുവാനും പ്രത്യേകമായ ഒരു സാഹചര്യമുണ്ടായി. അവരുടെ മകള് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല, വർഷങ്ങൾ പലത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത ഒരു വചനം, സങ്കീർത്തനം 8-ാം അധ്യായം 2-ാം വചനം, കർത്താവേ, ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടണമേ. അവരോട് തന്നെ ഞാൻ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. കൂടെ 6 പേരും കൂടി രാത്രി മുഴുവനും മീൻ പിടിച്ചിട്ടും മീൻ കിട്ടിയില്ല. ഈ അവസരത്തിൽ പ്രഭാതത്തിൽ കർത്താവ് വന്നു നിന്നിട്ട് ചോദിക്കുക, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ആ വഞ്ചിയുടെ അടിയിൽ കിടക്കുന്ന മീൻ കർത്താവ് കണ്ടിട്ട് പറയുക, നിങ്ങൾ വലതുവശത്ത് വീശുക. അവര് രാത്രി മുഴുവനും എത്രയോ വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി പരിശ്രമിച്ചു, വലകൾ വീശി, കുഞ്ഞിനെ ലഭിച്ചില്ല. എന്നാൽ കർത്താവിനോട് കൂടെ വല വീശിയപ്പോൾ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ വല വീശിയപ്പോൾ, എന്നെ കാണാൻ വന്ന ആ അമ്മയുടെ മകൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചു. ഇന്ന് അവർ അയർലൻഡിലാണ്. അവരെന്നെ കാണാൻ വന്ന സമ്മാനങ്ങളൊക്കെ നൽകി. ഞാൻ അവരോട് പറഞ്ഞു ഒരു കാര്യം, സങ്കീർത്തനം 136, ദൈവത്തിന്റെ അനന്ത കാരുണ്യത്തിന് നന്ദി പറയുവാൻ അവിടുന്ന് നല്ലവനാണ്. 26 പ്രാവശ്യം ആ സങ്കീർത്തനത്തിൽ പറയുന്ന ദൈവത്തിന്റെ അനന്ത കാരുണ്യത്തിന് നന്ദി പറയുവാൻ അവിടുന്ന് നല്ലവനാണ്. ഒരു വീട്ടില് 9-ഓ 10-ഓ മക്കളുണ്ട്, 10 അംഗങ്ങളുണ്ട്. അപ്പോൾ ആ വീട്ടിലെ കെട്ടിച്ചു കൊണ്ടുവന്ന മരുമകളെ ഒരിക്കൽ കാണാൻ വന്നു. അവരുടെ വീട്ടില് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കഴിയുമ്പോൾ ഈ മരുമകൾക്ക് ഭക്ഷണം കിട്ടില്ല. അച്ഛാ, പല ദിവസവും എനിക്ക് ഭക്ഷണം കിട്ടാതെ വരുന്നു. കർത്താവ് എല്ലാ പക്ഷി മൃഗാദികൾക്കും ഭക്ഷണം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അനന്ത കാരുണ്യത്തിന് നന്ദി പറയും. ഓ ഗീവ് താങ്ക്സ് ടു ദി ലോർഡ്, ഹി ഈസ് ഓൾവേസ് ഗുഡ്. ഈ മകള് ഞാൻ ഈ പറഞ്ഞു വിട്ട സങ്കീർത്തനം എല്ലാ ദിവസവും പല പ്രാവശ്യം ചെല്ലാൻ തുടങ്ങി. ഈ പറഞ്ഞ വചനം, കർത്താവ് എല്ലാ പക്ഷി മൃഗാദികളെയും സംരക്ഷിക്കുന്നു, അവിടുന്ന് ഭക്ഷണം നൽകുന്നു എന്നുള്ള വചനം ചെല്ലാൻ തുടങ്ങിയപ്പോൾ അവരുടെ വീട്ടിലെ ഭക്ഷണത്തിന് ക്ഷാമമില്ല. ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങി. ഇതുപോലെ എത്രയോ കുടുംബങ്ങള്
ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്ന കുടുംബങ്ങളെ, ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന കുടുംബങ്ങളോടൊക്കെ ഞാൻ പറയുകയും പ്രാർത്ഥിക്കുകയും ചില ആളുകളുടെ സഹായ സഹകരണങ്ങൾ മേടിക്കുകയും ചെയ്ത് അവർക്കൊക്കെ ഭക്ഷണം നൽകുന്നു. എല്ലാവർക്കും ഭക്ഷണം നൽകുന്ന പരിശുദ്ധാത്മാവാ. ആത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ബോധ്യപ്പെടുത്തും. യോഹന്നാന്റെ സുവിശേഷത്തിലെ 14-ാം അധ്യായത്തിൽ പറയുക, നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ എന്ന് പറയുന്നത് ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്ന പാരക്ലേറ്റോൺ, ചിലയിടത്ത് പാരക്ലേറ്റോൺ എന്നാണ് പറയുന്നത്. പാരക്ലേറ്റോൺ, സഹായകൻ. അപ്പൊ സഹായകനായിട്ടാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. നമ്മുടെ ഏത് ബുദ്ധിമുട്ടിലും നമ്മെ സഹായിക്കാൻ ശക്തിയുള്ളവനാണ് പരിശുദ്ധാത്മാവ്. RSV ബൈബിൾ ട്രാൻസ്ലേഷനിൽ ഉപയോഗിക്കുന്ന വാക്ക് കൗൺസിലർ എന്നാണ്. കൗൺസിലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉപദേശം നൽകുന്നവൻ, രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുക്കുന്ന പരിശുദ്ധാത്മാവാ. നിങ്ങൾക്ക് ആ പറയേണ്ട സമയത്ത് നിങ്ങളുടെ നാവിൽ ഞാൻ വചനം വെച്ചു തരും. ഒരിക്കല് ഒരു വൈദികർ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. പഞ്ചാബിൽ നിന്ന് വന്ന സഹോദരങ്ങള് അവരുടെ വണ്ടിയുടെ മുൻവശത്ത് കയറി എന്തോ ആക്രമണമൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് തന്നെ ആക്രമിക്കാൻ വരുന്ന ആ സഹോദരന്മാരോട് നോർത്ത് ഈസ്റ്റിൽ വെച്ചിട്ട് പറഞ്ഞത്, വി ആർ പ്രീസ്റ്റ്, ഞങ്ങൾ അച്ഛന്മാരാണ്, ഞങ്ങൾക്ക് തീവണ്ടി പിടിക്കാനായിട്ട് ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ പോവുകയാണ്. ആ സമയത്ത് അവരുടെ നാവിൽ ഈ വചനം വെച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവ. സഹായകൻ, ഹെൽപ്പർ, അഡ്വക്കേറ്റ്. സഹായകൻ നിങ്ങളിലേക്ക് അയക്കും, പാരക്ലേറ്റോസിനെ അയക്കും. അതുകൊണ്ട് പറയാ, ആബാ പരിശുദ്ധാത്മാവ്. ഈ ആബയോട് ഞാൻ പറയും, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കുവാൻ. പാരക്ലേറ്റ എന്നതിന് പകരം ചില ബൈബിൾ ട്രാൻസ്ലേഷനിൽ തർജ്ജമകളിൽ ഉപയോഗിക്കുന്ന കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ഒരു ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയുടെ ചുറ്റുപാടുകളൊക്കെ നോക്കി നടക്കുന്ന ഒരു കാര്യസ്ഥനാണ്. കോർട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കാര്യസ്ഥനുണ്ട്. മറ്റൊരു കാര്യമാണ് അഡ്വക്കേറ്റ്, വക്കീല് എന്ന് പറയുന്നത്. ആ വക്കീൽ, അഡ്വക്കേറ്റ് എന്ന് തന്നെ തർജ്ജമ ചെയ്ത് ചില ബൈബിൾ തർജ്ജമകൾ ഉപയോഗിക്കുന്നത്. നമുക്ക് വേണ്ടി വാദിക്കുന്നവനാണ് അഡ്വക്കേറ്റ്. നമ്മുടെ പഴയ കാര്യങ്ങൾ ഓർക്കുകയോ ചിന്തിക്കുകയോ വേണ്ട, പുതിയൊരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നു. നമ്മുടെ പഴയ കാര്യത്തിൽ എന്താണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരിക. പഴയ കാര്യം ഓർത്ത് ചിന്തിക്കേണ്ട. ഒരുപക്ഷെ ഞാൻ കൊടും പാപിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് ഈ മക്കളിലേക്ക് ഇറങ്ങി വന്ന് പഴയ കാര്യങ്ങൾ ഓർക്കുകയോ ചിന്തിക്കുകയോ വേണ്ട, ഒരു പുതിയ കാര്യം ഈ മക്കളിൽ ജന്മമെടുക്കാൻ, ഉടലെടുക്കാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ദുഃഖിച്ചു കഴിയുന്ന ഒരു മകന്റെ ജീവിതത്തിലേക്ക്, ഒരു മകളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് എന്റെ മനസ്സിൽ തോന്നുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അഡ്വക്കേറ്റ്, പാരക്ലേറ്റേൻ. അപ്പൊ ആ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരിക. മലയാളത്തിൽ ഏതോ ഒരു തർജ്ജിമയിൽ ഉപയോഗിക്കുന്നുണ്ട് പാരക്ലേറ്റ, ആ സഹായകൻ. പരിശുദ്ധാത്മാവിന് വരിക, കാര്യസ്ഥൻ. ഈ പാരക്ലേറ്റോസിനെ വേറെ രീതിയിൽ തർജ്ജിമ ചെയ്യുന്നു, കംഫർട്ടർ, ആശ്വാസം നൽകുന്നവനാണ് പരിശുദ്ധാത്മാവ്, കംഫർട്ടർ. അപ്പൊ തർജ്ജിമയിൽ ഗ്രീക്ക് ഭാഷയിൽ യോഹന്നാൻ എഴുതുമ്പോൾ പാരക്ലേറ്റോൺ എന്ന് എഴുതുമ്പോൾ ആശ്വാസം നൽകുന്നുവെന്ന് തർജ്ജിമ ചെയ്യാൻ സാധിക്കും. കൃത്യമായ ഒരു ഉത്തരം ഈ പാരക്ലേറ്റോന് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ തർജ്ജമ ചെയ്യുമ്പോൾ അഡ്വക്കേറ്റ്, കൗൺസിലർ, സഹായകൻ, ഇങ്ങനെ പല തർജ്ജമകളിലാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് ആശ്വാസം തരാൻ, ദുഃഖിച്ചു കഴിയുന്നവരിലേക്ക് ആശ്വാസം നൽകാൻ ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആരുടെയോ വേർപാടില് വളരെയധികം ദുഃഖിച്ചു കഴിയുന്ന സഹോദരി, ആ സഹോദരിയുടെ പേര് സീറ എന്നോ സിത്താര എന്നോ സാറ എന്നോ ഒക്കെ ആയിരിക്കാം. ആ മകളിലേക്ക് ആത്മാവ് കടന്നു ചെന്ന് വേർപെട്ടുപോയ ആ കുഞ്ഞിനെ ഓർത്ത് കരയേണ്ട എന്ന് യേശു പറയുക. ലാസറിന്റെ കുഴിമാടത്തില് യേശു കണ്ണുനീർ ചെന്തി ആ കുഴിമാടത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ലാസറേ നീ പുറത്തു വരിക, നിന്റെ ദുഃഖത്തിൽ നിന്ന് നീ പുറത്തു വരിക, നിന്റെ രോഗത്തിൽ നിന്ന് പുറത്തു വരിക. ഞാൻ ഇന്നലെ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ജോഷി എന്നാണ്. ആ വ്യക്തിയിൽ സോഡിയം കുറഞ്ഞുപോയി, വീട്ടിൽ ആരുമില്ല, വലിയൊരു പ്രശ്നമായി തീർന്നു. എന്നാൽ അയൽവക്കക്കാർക്ക് അത് മനസ്സിലായി, പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇന്നലെ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ
ആ വ്യക്തിയിലേക്ക് ആത്മാവ് ഒഴുകുന്ന 100 അനുഭവങ്ങൾ പ്രിയമുള്ളവരെ ഈ അച്ഛന് ലഭിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശ്വാസം നൽകുന്നവൻ, ഉപദേശം നൽകുന്നവനാണ് പരിശുദ്ധാത്മാവ്. പഠിപ്പിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. പ്രബോധിപ്പിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഗൈഡ്. ഇങ്ങനെ നാനാ അർത്ഥത്തില് പാരക്ലേറ്റോൺ എന്ന് ഗ്രീക്കിൽ പറയുന്ന ആ ഭാഷ യോഹന്നാൻ എഴുതിയ വചനം പാരക്ലേറ്റോൺ നമുക്ക് നൽകുകയാണ്. പിന്നീട് ഈ വചനത്തിൽ നമ്മൾ സദാകാലവും. സദാകാലവും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എല്ലായ്പ്പോഴും സഹായകൻ വരുമെന്ന പരിശുദ്ധാത്മാ. സദാകാലവും, എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തിക്ക്, ഞാൻ ഓർക്കുകയാണ്, നോർത്ത് ഈസ്റ്റിൽ ഒരു ബിഷപ്പ്, എനിക്ക് അറിയാവുന്ന ബിഷപ്പാണ്. ഇദ്ദേഹം ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മുതൽ ഇദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിന്റെ സെനോലാലിയ ലഭിക്കുകയാണ്. പല ഭാഷകള് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയും. ആത്മാവ് കൊടുക്കുന്ന സദാകാലവും. എവിടെയൊക്കെ ആ ബിഷപ്പ് പോയി പ്രാർത്ഥിക്കുന്നവോ അവിടെയൊക്കെ പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കും. ഈ കൃപ ലഭിക്കുന്നതിന് ഒരു പ്രധാനമായിട്ട് ഒരു കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ എല്ലാ പിതാക്കന്മാരുടെയും കഴുത്തില് ഒരു മാലയുണ്ടാകും. ആ മാലയില് തൂങ്ങപ്പെട്ട രൂപമാണുള്ളത്. ഈശോയുടെ തൂങ്ങപ്പെട്ട രൂപം ഇട്ട് നടക്കുന്ന ആ ബിഷപ്പുമാരെ ഒരു തരത്തിലുള്ള തിന്മകളും ആക്രമിക്കുകയില്ല. അവർ ധനമോഹത്തിലേക്ക് പോവുകയില്ല. ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളിലേക്ക് അധികം പോവില്ല. അല്ലാതെ കർത്താവിന്റെ തൂങ്ങപ്പെട്ട രൂപം ഇല്ലാതെ ജീവിക്കുന്ന, വേറെ ഏതെങ്കിലും കാര്യങ്ങൾ പറയുന്ന നമ്മുടെ പിതാക്കന്മാരെ, യേശുവിന്റെ കുരിശിനെ അപമാനിക്കുന്നവരെ, നിങ്ങളിലേക്ക് നിങ്ങൾ അറിയാതെ തിന്മയുടെ ഒരു കൂടാരം കടന്നു വരും. പ്രിയമുള്ള വൈദികരെ, നമ്മളെല്ലാവരും യേശുവിന്റെ കുരിശിനെ ആരാധിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്, പുകഴ്ത്തുന്നവരാണ്. യേശുവിന്റെ ആ കുരിശ് രൂപം കാണുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗാഗുൽത്തായിൽ ചിന്തിയ ആ തിരുരക്തത്തിന്റെ ഓർമ്മ നമ്മളിൽ പുഷ്പിക്കുന്നത്. ആ തിരുരക്തം അവിടെ പറയുന്നില്ലേ, പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും ഒഴുകി. ആ വെള്ളം തന്നെ സാക്ഷ്യപ്പെടുത്തുക, ആത്മാവിനെ നൽകുകയാണ്. കുരിശ് നമ്മുടെ ശരീരത്തിൽ അണിയുമ്പോൾ, കുരിശ് നമ്മൾ അണിയുമ്പോൾ നമ്മിലേക്ക് യേശുവിന്റെ തിരുരക്തവും തിരുവചനവുമാണ് ഒഴുകുന്നത്. ചില ആളുകള് തൂങ്ങപ്പെട്ട രൂപമല്ലാത്ത വേറെ ഏതോ തരത്തിലുള്ള കുരിശുകൾ അണിയുന്നവരുണ്ട്. ഞാൻ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ പല തകർച്ചകൾ കാണുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഞാൻ പറഞ്ഞ വാക്കിൽ ഏതെങ്കിലും വിഷമതകളോ ദുഃഖങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. യേശുവിൻ്റെ കുരിശ് വഹിക്കുന്നവരാവുക. അപ്പോൾ ആത്മാവ് നമ്മിലേക്ക് കടന്നു വരും. അവിടുന്ന് പറയുകയാണ്, നിങ്ങളെ അനാഥരായി വിടുകയില്ല. അനാഥർ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടവരെന്നാണ് അർത്ഥം. അപ്പൻ നഷ്ടപ്പെട്ടത്, അമ്മ നഷ്ടപ്പെട്ടത്, അനാഥരായി തീരുക. അനാഥ കുട്ടികള്, നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല എന്നാണ് ഈശോ പറയുന്ന ശിഷ്യന്മാരോട്. നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല. അനാഥരായി വിടാതെ എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ, നമ്മളെ കാത്തുപരിപാലിക്കാൻ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും. ഹല്ലേലൂയ. ആ ആത്മാവിനെ സ്വീകരിക്കാൻ ഈ ലോകത്തിന് കഴിയുകയില്ല എന്നാണ് 17-ാം വചനം. ഈ ലോകത്തിന് കഴിയുകയില്ല. ആത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് ജ്ഞാനത്തിൽ വളർന്നു വന്ന് പ്രാർത്ഥനയിൽ കടന്നു വരണം. ഈ അനാഥരായി വിടുകയില്ല, നിങ്ങളെ നഷ്ടപ്പെട്ടവരായി ആക്കി തീർക്കുകയില്ല. അതായത് അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞാൽ എ മോട്ടിവേഷൻ, ഹൈ മോട്ടിവേഷൻ ജീസസ് ക്രൈസ്റ്റ് ക്രിയേറ്റഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് all the disciples present time. ഇപ്പോൾ നമ്മളിലൊക്കെ ഈ പരിശുദ്ധാത്മാവ എങ്ങനെ പറയണം, എന്തു പറയണമെന്ന് ചിന്തിക്കേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കപ്പെടും. കടബാധ്യതയിൽ കഴിയുന്ന മക്കളോട് ഞാൻ പറയും, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ഒത്തിരി കടബാധ്യതയുണ്ടായിരുന്ന ഒരു മനുഷ്യൻ കടന്നു വന്നപ്പോൾ ഞാൻ ആയിരക്കണക്കിന് മക്കളോട് പറഞ്ഞിട്ടുള്ള വചനമാണ് സങ്കീർത്തനം 46:1. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ സുനിശ്ചിതമായ തുണയുമാണ്. ഭൂമി കുലുങ്ങിയാലും പർവ്വതങ്ങൾ അടർന്ന് കടലിൽ പതിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. ജപ്തി ചെയ്യാൻ വന്ന ആളുകൾ മുഴുവൻ വീട്ടിൽ കയറി നിൽക്കുമ്പോൾ റാണി എന്ന് പറയുന്ന സഹോദരി 9 പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുമ്പോൾ വീടിന്റെ ഉള്ളിൽ കയറിയിരുന്ന ആ പോലീസും ജപ്തി ചെയ്യാൻ വന്നവരും പുറത്തിറങ്ങി. ഇന്ന് അവർ കുടുംബസമേതം അമേരിക്കയിലാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവർ നല്ല സമ്മാനം അയച്ചു തന്നിട്ടുണ്ട്. അത് പോസ്റ്റ് ഓഫീസിൽ രജിസ്റ്റർ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ലോകത്തിൻ്റെ പോലെയുള്ളതല്ല, അനാഥരായി എന്നേക്കും നിങ്ങളുടെ കൂടെ വസിക്കാൻ
ഈ വചനം കേൾക്കുന്ന എന്നേക്കും നിങ്ങളുടെ കൂടെ വസിക്കാൻ അവിടുന്ന് ആത്മാവിനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുറിവുകളിലേക്ക് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകുകയാണ്. സാക്ഷ്യത്തിനായി ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ 8-ാം വചനം, ആത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ലോകത്തിൽ മുഴുവൻ ശക്തി പ്രാപിക്കും, യൂദയായാലും സമറിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കണം. മർത്തൂരിയ, സാക്ഷികളാകാനായിട്ടാണ് പരിശുദ്ധാത്മാവ് ഒരുക്കുന്നത്. സാക്ഷികളാകാൻ ഒരുക്കുന്നത് ഒരു പക്ഷേ രക്തസാക്ഷിത്വത്തിലൂടെയായിരിക്കാം, നല്ല വചന പ്രഘോഷണത്തിലൂടെയായിരിക്കാം. ആ നല്ല വചന പ്രഘോഷണം അല്ലേ നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാം നമ്മൾ കാണുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 3-ാം അധ്യായത്തിൽ പത്രോസ് യോഹന്നാന് പോവുകയാ. ദേവാലയത്തിന്റെ മുമ്പിൽ കിടക്കുന്ന മനുഷ്യനോട് പറയുക, പൊന്നോ വെള്ളിയോ എന്റെ പക്കലില്ല, യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക. ഈ വചനം കേട്ടുകൊണ്ട് വീടുകളില് തളർന്നു കിടക്കുന്നവരെ, ആരോഗ്യമില്ലാത്തവരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു 300 പ്രാവശ്യം ആവർത്തിക്കട്ടെ. പൊന്നോ വെള്ളിയോ എന്റെ പക്കലില്ല, യേശുവിന്റെ നാമത്തില് നീ എഴുന്നേറ്റ് നടക്കുക. ഈ വചനം കടന്നു ചെന്നുകൊണ്ട് നിങ്ങളുടെ കാലുകളെ ശക്തി പ്രാപിക്കും, നിങ്ങളുടെ മനസ്സ് ശക്തി പ്രാപിക്കും. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക എന്ന് യേശുവിന്റെ വചനമാണ്. നിങ്ങൾ സാക്ഷികളാകണം. നല്ല വചനങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവർക്ക്. നിങ്ങൾ ഈ വചന ശുശ്രൂഷ കേൾക്കുന്നവരാ. ഈ വചന ശുശ്രൂഷ മറ്റുള്ളവർക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കൊടുക്കണം, യൂട്യൂബിൽ ഇട്ട് കൊടുക്കണം. യോഹന്നാന്റെ സുവിശേഷത്തില് 14-17 പറയുകയാണ്, ഹി ഈസ് ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ ആത്മാവ്. ഈ സത്യത്തിന്റെ ആത്മാവ്, പിതാവിന്റെ ആത്മാവ്, പുത്രന്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കും. ദ വേൾഡ് ഈസ് അൺഏബിൾ ടു റിസീവ് ഹിം ബിക്കോസ് ഹി ഡസന്റ് സീ ഹിം ഓർ നോ ഹിം, ബട്ട് യു ഡു നോ ഹിം. ലോകത്തിൽ എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കാത്തത്? ഒരുപക്ഷെ അവർ കഠിന ഹൃദയത്തിലായിരിക്കാം, പാപത്തിന്റെ കൂമ്പാരത്തിലായിരിക്കാം, അവർ ഒരുക്കമില്ലാത്തത് കൊണ്ടായിരിക്കാം. വളരെ വർഷങ്ങളിൽ ധ്യാന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു രീതിയിലും സുഖപ്പെടില്ല എന്ന് കരുതുന്നവര് സുഖപ്പെട്ടത് ഞാൻ ഓർക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒരു സഹോദരിയെ ഓർക്കുക. അവൾക്ക് ശക്തമായ മുറിവുകളാണ് കാലുകളിൽ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ മുറിവുകളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ഒരു അനുഭവം, പച്ചമരുന്നിന്റെ ഒരു മണം. ഏതായാലും പ്രാർത്ഥന കഴിയുമ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചു. വാഴക്കുളത്ത് ജോയി എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാര്യയുടെ കാല് മുഴുവനും രോഗം ബാധിച്ച് കിടക്കുക. വീട്ടിൽ ചെല്ലുമ്പോൾ ജോയി പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് രോഗമാണ് അച്ഛാ. സ്നേഹമുള്ളവരെ, ആ വീടിന്റെ ഉള്ളില് ഞങ്ങൾ എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്തുതിക്കുന്ന അവസരത്തില് ആ വീട് മുഴുവനും സുഗന്ധത്താൽ നിറഞ്ഞു. നല്ല പച്ചമരുന്നിന്റെ കുഴമ്പിന്റെ മണം കൊണ്ട് ആ വീട് മുഴുവനും നിറഞ്ഞു. മണം കൊണ്ട് നിറഞ്ഞു എന്ന് മാത്രമല്ല, ജോയിയുടെ ഭാര്യയുടെ പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. ഈശോയോട് കൂടി ആയിരിക്കുന്ന ഒരു മകനാണ്. എനിക്കറിയാം അദ്ദേഹത്തെ. ആ കുടുംബം മുഴുവനും ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. ഈശോ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ബോധ്യപ്പെടുത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, പിതാവായ ദൈവമേ, പുത്രനായ മിശിഹായെ, വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഈശോ ഞങ്ങളോട് അരുളി ചെയ്തല്ലോ, ഈ ലോകത്തിന് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ കഴിയുകയില്ല. ഈശോ അങ്ങ് അരുളി ചെയ്തല്ലോ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. സഹായകനായ പരിശുദ്ധാത്മാവിനെ, പാരക്ലേറ്റയെ ഞങ്ങളിലേക്ക് അയക്കും. ആത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവേ, പ്രത്യേകമായി ശരീരത്തിൽ മുഴുവനും രോഗം ബാധിച്ച്, സോഡിയത്തിന്റെ കുറവ് കൊണ്ട് രോഗം ബാധിച്ച് കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. അവർക്ക് സൗഖ്യം നൽകുന്നതായി മനസ്സിൽ തോന്നുന്നല്ലോ. ദൈവമേ, ശരീരത്തിൽ മുറിവുകൾ ബാധിച്ച് കഴിയുന്നവർക്ക് ആത്മാവിന്റെ ശക്തിയാൽ അവരുടെ മുറിവുകൾ ഉണക്കുന്ന അനുഭവം തരുന്നതിന് നന്ദി പറയുന്നു. ദൈവമേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ മക്കളെ എല്ലാവരെയും സമാധാനത്തിൽ പറഞ്ഞയക്കണമേ. അങ്ങയുടെ ദ ലാസ്റ്റ് ഡിസ്കോസ് ഞങ്ങൾ ഓർക്കുന്നു 13, 14, 15, 16 അധ്യായങ്ങളിൽ വരുന്നത്. ദ പ്രീസ്റ്റ്ലി പ്രെയർ ആണല്ലോ 17-ാം അധ്യായം. പിതാവേ, അങ്ങ് എന്നിലും ഞാൻ ഇവരിലും ആയിരിക്കുന്നത് പോലെ ഇവരെയും സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമുള്ളവരെ,
ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കണം. ആത്മാവ് അവരിലേക്കും വസിക്കും. ആ സഹായകൻ പാരക്ലേറ്റോസ് നമ്മിലേക്കും കടന്നു വരും. ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹത്താൽ നിറയ്ക്കും. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ദൈവത്തിൻ്റെ അനുഗ്രഹം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.